ഹായ് ഗായ്സ്, വെൽക്കം ടു റിയൽ വിത്ത് ശ്രീകുട്ടി വ്ളോഗ്സ്. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ദിവസമെന്ന് ഞാൻ ഓർത്തു. കാരണം ഭയങ്കര മടിയാണ്, അത് മാത്രമല്ല മഴയൊക്കെ ആണല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മടിയാണ്. അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാൻ സത്യം ഇത്രയും ലാഗടിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഓർത്തു ഒരു വീഡിയോ എടുത്താലോ, അതും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിക്കോട്ടെ ഞാൻ ഓർത്തു. അപ്പം എനിക്ക് ഏറ്റവും മുന്നേ സ്വാഭാവികമായിട്ട് ഹെയർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏറെക്കുറെ മിക്ക മലയാളി പെൺകുട്ടികൾക്കും ഹെയർ ഇഷ്ടമാണ്, ആൺകുട്ടികൾക്കും ഇപ്പോൾ ഇഷ്ടമാണ്. അപ്പം ഹെയറിന് പറ്റിയ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അത് എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ ഈ മുടി കൊഴിച്ചിലെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഫുഡിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയതും എല്ലാം. അപ്പോൾ നമ്മൾ ഡെയിലി, എനിക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഹെയറിന് മാത്രമല്ല സ്കിന്നിനും എല്ലാം സൂപ്പറാണ് വെള്ളം കുടിക്കുന്നത്. അത് മാത്രമല്ല നല്ല നല്ല ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീറ്റ്, എഗ്ഗ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ ചീര, മുരിങ്ങയില, അതൊക്കെ ഏറ്റവും അനുയോജ്യമാണ്. നമ്മുടെ ഹെയറിനും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ താളിയുണ്ടല്ലോ, ചെമ്പരത്തി താളി, മാക്സിമം നമ്മുടെ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും സൂപ്പറാണ് ചെമ്പരത്തി താളി. കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ചെമ്പരത്തി താളിയാണ്. പക്ഷേ എനിക്ക് അത്ര വലിയ മുടിയൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടറിയാം. എന്നാൽ പോലും എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണിയിൽ എനിക്ക് താളി നന്നായിട്ട് ഇതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അപ്പം നല്ലൊരു ഷൈനിങ് ആണ്. അത് മാത്രമല്ല നമ്മളാണെങ്കിൽ ഹെയറിന് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും ആൾക്കാർ. എന്നാൽ പോലും ഹെയറിന് ഷാമ്പു മാത്രമല്ല നല്ലൊരു കണ്ടീഷണറും യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എന്നാലേ നമ്മുടെ മുടിക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടും നല്ല ബലമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല നമ്മളാണെങ്കിൽ ഈ പല്ലകന്ന കോമ്പുണ്ടല്ലോ അത് യൂസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തലമുടി ചീകുന്ന സമയത്ത് ജടയൊന്നും കെട്ടാതെ, ജടയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചീകുമ്പോൾ നല്ല ഇതായിട്ട് കിടക്കും. മറ്റേ ചീപ്പാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് പല്ലുള്ള ചീപ്പാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചീകി ഒരു പരുവാകും. അപ്പം വലിച്ചു പറിക്കുവാനും സത്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ലതാണ് ഈ പല്ലകന്ന ചീപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ തല കഴുകാതിരിക്കുക. ചൂടുവെള്ളത്തിൽ തല കഴുകുമ്പോൾ നമ്മുടെ ചൂട് തലയിലോട്ട് അടിക്കുമ്പോഴത്തേന് നമ്മുടെ മുടി ഒരുപാട് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്തിരിക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുടി പോകാൻ നല്ല ചാൻസാണ് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ, കാരണം ചൂടടിച്ച് കയറുകയാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഉലുവ നല്ലതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഉലുവ സൂപ്പറാണ്. തലേദിവസത്തെ ഉലുവ നമ്മൾ അതിൻ്റെ വെള്ളവും അതുകൂടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഉലുവയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലതാണ്. അരച്ച് നമ്മൾ തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് തേക്കുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളം. കാരണം നമ്മുടെ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ അതിന് നല്ലൊരു ഇത് വന്നത്, കഞ്ഞിവെള്ളത്തിൻ്റെ ഇത്. കഞ്ഞിവെള്ളം സൂപ്പറാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ട് നീളം വെക്കാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ലോങ് ഹെയർ ആഗ്രഹിക്കുന്നവർക്കാണ് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം. പിന്നാണ് രാത്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് രാത്രി തലമുടിയൊക്കെ പിന്നി കെട്ടി വെക്കാമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വളരാൻ നല്ല ചാൻസാണുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ മസാജ് ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലെ സ്കാൽപ്പ് നല്ലതാവുകയും ചെയ്യും. അത് മാത്രമല്ല പുതിയ ബേബി ഹെയർസ് വരാൻ നല്ല ഇതാണ്. പിന്നെ അലോവേറ സൂപ്പറാണ്. അലോവേറ ജെൽ എൻ്റെ സത്യം പറഞ്ഞാൽ മുടി അറ്റം നല്ല ഡ്രൈ ആയിരുന്നു. ഡ്രൈ ആവുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അലോവേറയുടെ ജെല്ലെടുത്ത് യൂസ് ചെയ്യുമായിരുന്നു. ആ യൂസ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് അലോവേറ. ചെമ്പരത്തി ആണെങ്കിലും നല്ലതാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നല്ലൊരു കണ്ടീഷണർ ഷാമ്പു യൂസ് ചെയ്യുക. പിന്നെന്താ നമ്മുടെ ഫുഡിനകത്ത് നല്ല മീറ്റ് ഒക്കെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. കാരണം വൈറ്റമിൻസ് ആവുകയും ചെയ്താൽ നമുക്ക് എപ്പോഴും നല്ലതാണ് അതൊക്കെ. പിന്നാണെങ്കിൽ കറി ലീഫ് എന്ന് വെച്ചാൽ കറിവേപ്പില നല്ലതാണ്. കറിവേപ്പില അരച്ച് തലയിൽ തേക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് പിന്നെന്നാ പറയാനുള്ളത്, ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നന്നായിട്ട് നമ്മുടെ ഹെയറിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്റ്റും കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് സത്യം പറഞ്ഞാൽ മുടിയില്ലെങ്കിൽ വല്ലാത്തൊരു ബോറുവ കാണാം. കാരണം ഞാൻ ഒരുപാട് ഇൻസൾട്ട് സഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഈ മുടിയുടെ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ +2 പഠിക്കുന്ന സമയത്ത് ഈ അയൺ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു സത്യം പറഞ്ഞാൽ ഹെയർ. അപ്പോൾ ആണെങ്കിൽ അയൺ ബോക്സ് കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് എനിക്ക് ഒരുപാട് മുടി പോയി. അതാണ് ഈ കാണുന്ന സംഭവം. എന്തൊക്കെ നോക്കിയിട്ടും അത് കളിക്കുന്നില്ല. പിന്നെ പേരയില നല്ലതാണ്. പേരയിലയുടെ വെള്ളം തിളപ്പിച്ച് തലയിൽ ഒഴിക്കുന്നത് സൂപ്പറാണ്.
ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ ബൈ ബൈ.